പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ രൂപപ്പെട്ട പാചകവാതക പ്രതിസന്ധിയെ കോവിഡ് മഹാമാരിക്കാലത്തെ പോലെ രാജ്യം ശക്തമായി നേരിട്ട് മറികടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. NXT കോൺക്ലേവ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം രാജ്യത്തിന്റെ തയ്യാറെടുപ്പുകളെയും പ്രതിസന്ധി നേരിടാനുള്ള ശേഷിയെയും കുറിച്ച് വിശദീകരിച്ചത്. കോവിഡ് മഹാമാരിയുടെ അത്യന്തം കഠിനമായ സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യ വലിയ വെല്ലുവിളികളെ അതിജീവിച്ചു എന്നും അതേ ആത്മവിശ്വാസവും ഐക്യവും ഇപ്പോഴത്തെ ഊർജ്ജ പ്രതിസന്ധിയിലും രാജ്യം പ്രകടിപ്പിക്കുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കോവിഡ് കാലത്ത് ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തിയതും വിതരണ ശൃംഖലകൾ നിലനിർത്തിയതും സാധാരണക്കാരെ സഹായിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയതുമൊക്കെയാണ് ഇന്ത്യയെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിലും ആഗോളതലത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇന്ത്യൻ പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ പല തലങ്ങളിലും ഏകോപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് കാലത്ത് രാജ്യം കാണിച്ച ഐക്യവും ആത്മവിശ്വാസവും വീണ്ടും ആവർത്തിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 140 കോടി ഇന്ത്യക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും നമുക്ക് മറികടക്കാനാവും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും കാരണം ഇന്ത്യൻ പൗരന്മാർക്ക് അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്നതാണ് നമ്മുടെ ദൃഢനിശ്ചയമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. LPG ലഭ്യതയെക്കുറിച്ച് സമൂഹത്തിൽ അനാവശ്യ ഭീതിയും അഭ്യൂഹങ്ങളും പരത്താനുള്ള ശ്രമങ്ങൾക്കെതിരെയും അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഇത്തരം തെറ്റായ വിവരങ്ങൾ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുകയും വിതരണ സംവിധാനത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാചകവാതകം കൃത്രിമമായി ക്ഷാമമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കരിഞ്ചന്ത പ്രവർത്തനങ്ങൾക്കും പൂഴ്ത്തിവെപ്പിനുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ജില്ലാതലത്തിൽ വിതരണവും സ്റ്റോക്ക് നിലയും നിരന്തരം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും എണ്ണയും വാതകവും ഉൾപ്പെടെയുള്ള ഊർജ്ജ വിഭവങ്ങളുടെ വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ആഘാതം ലോകത്തിലെ നിരവധി രാജ്യങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഇന്ത്യ തക്ക സമയത്ത് മുൻകൂട്ടി നടപടികൾ സ്വീകരിച്ചതിനാൽ വലിയ പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി. ഊർജ്ജ വിതരണത്തിന്റെ സ്ഥിരത ഉറപ്പാക്കുന്നതിനായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ടെന്നും വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ നയതന്ത്ര തലത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ സുരക്ഷാ തന്ത്രത്തെക്കുറിച്ചും പ്രധാനമന്ത്രി വിശദീകരിച്ചു. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ രാജ്യത്തിന്റെ പെട്രോളിയം ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി എഥനോൾ മിശ്രിത ഇന്ധനത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിച്ചതായും ജൈവ ഇന്ധനങ്ങൾ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഭാവിയിൽ ആഗോള വിപണിയിലെ അസ്ഥിരതകൾ ഇന്ത്യയെ കുറച്ചു മാത്രമേ ബാധിക്കൂ എന്ന നിലയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്ന് മോദി ചൂണ്ടിക്കാട്ടി. അതേസമയം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരങ്ങളും വികസിപ്പിച്ചതായി മോദി വ്യക്തമാക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനാകുന്ന തരത്തിൽ വൻതോതിൽ ഇന്ധന ശേഖരം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിലെ ഗ്യാസ് പൈപ്പ് ലൈൻ ശൃംഖലകൾ, LNG ടെർമിനലുകൾ, LPG സംഭരണ കേന്ദ്രങ്ങൾ, വിതരണ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഗണ്യമായി വികസിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതൊക്കെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുകയും സാധാരണക്കാർക്ക് ഇന്ധന വിതരണത്തിൽ തടസ്സം വരാതിരിക്കാനും സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോളതലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യ സാമ്പത്തിക വളർച്ചയിൽ സ്ഥിരത പുലർത്തുന്ന രാജ്യമായി തുടരുകയാണെന്നും ലോകത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മോദി കൂട്ടിച്ചേർത്തു. ലോകം ഇന്ന് വളരെ ദുഷ്കരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. യുദ്ധങ്ങളും സാമ്പത്തിക അസ്ഥിരതകളും പല രാജ്യങ്ങളെയും ബാധിക്കുന്നു. എന്നാൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെയും സ്ഥിരതയോടെയും മുന്നോട്ട് നീങ്ങുകയാണ്. വേഗതയേറിയതും സ്ഥിരവുമായ വളർച്ചയിലൂടെ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ രാജ്യം സജ്ജമാണെന്നും പ്രധാനമന്ത്രി രാജ്യത്തോടായി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.